ഈശോം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ പരമാവധി എറണാകുളത്തെ വിമത വൈദികർക്കും മുന്നേറ്റക്കാർക്കും പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു രൂപതകൾ ആളുകൾക്കും അയച്ചു കൊടുക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അവർക്ക് മറുപടി ഉണ്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങളുടെ പ്രസക്തി ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഈ അലങ്കരിച്ച് ഭംഗിയാക്കിയ പെരും നുണയാണ് എറണാകുളത്തെ വിമത വൈദികർ പ്രചരിപ്പിക്കുന്നത്. വട്ടോളി അടക്കമുള്ളവർ, മുന്നേറ്റക്കാർ. ഈ കല്ല് വെച്ച നുണ എന്ന് പറയല്ലോ. എന്താണ് ഈ കല്ല് വെച്ച നുണ എന്ന് എനിക്ക് കൃത്യം അറിയില്ല. വളരെ വില കൂടിയ സ്വർണ്ണാഭരണങ്ങളിൽ വില കൂടിയ ഡയമണ്ട് കല്ല് വയ്ക്കും, അപ്പം അതിന് ഭംഗി കൂട്ടും. അപ്പോൾ ഏറ്റവും നല്ല നുണയെ അലങ്കരിച്ച് പെരും നുണയാക്കുന്ന പരിപാടി, അതായിരിക്കും ഈ കല്ല് വെച്ച നുണ. അല്ലെങ്കിൽ വജ്രം പോലെ കടുപ്പമുള്ള കല്ല്, കടിച്ചാൽ പൊട്ടാത്ത നുണ, അതായിരിക്കും ഈ കല്ല് വെച്ച നുണ. ഈ ഭാഷാശാസ്ത്രജ്ഞന്മാരാരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കണം, ഈ കല്ല് വെച്ച നുണയ്ക്ക് എന്താണ് അർത്ഥമെന്ന്. ഏതായാലും എറണാകുളത്ത് കല്ല് വെച്ച നുണ അല്ലെങ്കിൽ പെരും നുണയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. വട്ടോളി രാജിവെക്കാൻ വേണ്ടി പറയുന്ന മൂന്നാമത്തെ കാരണം ഞാനത് വായിക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അങ്ങനെ തന്നെ വായിക്കാം. അൾത്താരാഭിമുഖ കുർബാന നടപ്പിലാക്കാൻ തീരുമാനമെടുത്ത കാലഘട്ടം ആഗോള മനുഷ്യ സമൂഹം മനുഷ്യവർഗം ഉടലെടുത്ത ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ മുൻപൊരിക്കലും നേരിടാത്ത വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. 700 കോടി ജനം, എത്രയാണോ അത്രയും, വീട്ടിലിരിക്കേണ്ടി വരുന്നു. വിവിധ ദേശങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്നു. ചികിത്സയും ഭക്ഷണവും കിട്ടാതെ പരക്കം പായുന്നു. കോടിക്കണക്കിന് മനുഷ്യർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. സീറോ മലബാർ സഭാ സിനഡ് ഈ കാലഘട്ടത്തിൽ കുർബാന എന്ന പ്രാർത്ഥന, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്നാണല്ലോ യൂണിവേഴ്സൽ കാറ്റഗിസം പഠിപ്പിക്കുന്നത്. കുർബാന എന്നത് പ്രാർത്ഥന മാത്രമാണ്. എങ്ങോട്ട് തിരിഞ്ഞു വേണം എന്ന തീരുമാനം തിരക്ക് പിടിച്ച് എടുത്തതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ, റോം കത്തിയെരിയുമ്പോൾ നീറോ വീണ വായിക്കുന്നു എന്ന ചൊല്ല് സിനഡിനെ സംബന്ധിച്ച് എത്ര അർത്ഥവത്താണെന്ന് നമുക്ക് മനസ്സിലാകും. എത്രയും പെട്ടെന്ന് അൾത്താരഭവ്യ കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ സീറോ മലബാർ വിശ്വാസികളെ ഉടലോടെ നരകത്തിൽ തള്ളുമെന്ന അന്ത്യശാസനം സിനഡ് മെത്രാന്മാർക്ക് യഹോവ നൽകിയിരുന്നോ ആവോ? ഈ വട്ടോളിച്ചൻ ഈ പറഞ്ഞിരിക്കുന്ന രേഖാമൂലം പാമ്പ്ളാനി പിതാവിന് കൊടുത്തിരിക്കുന്ന രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ കാരണം വേറെ ഏതോ മാധ്യമങ്ങൾ കൊടുത്ത അഭിമുഖത്തിലും ആവർത്തിച്ചിട്ടുണ്ടത്രേ. ചിലരൊക്കെ എന്നോട് വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ ആ അഭിമുഖം കണ്ടിട്ടില്ല. ഈ അഭിമുഖം നടത്തിയത് വിവരമുള്ള ഒരു മാധ്യമപ്രവർത്തകനായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ വട്ടോളിയച്ചനോട് ചോദിക്കേണ്ടതായിരുന്നു. ചോദിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള അഭിമുഖങ്ങളെങ്കിലും ചോദിക്കണം. മാധ്യമപ്രവർത്തകർക്ക് തീരെ വിവരമില്ല എന്ന് വിചാരിക്കരുതല്ലോ. പിന്നെ വട്ടോളിയെ ന്യായീകരിക്കാനുള്ള ചാനലുകളാണെങ്കിൽ അപ്പോൾ പിന്നെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആശയത്തെ ന്യായീകരിക്കാൻ വേണ്ടിയാണല്ലോ മാധ്യമപ്രവർത്തനം, അല്ലാതെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതല്ലല്ലോ ഇപ്പോഴത്തെ രീതി. ഏതായാലും മാധ്യമപ്രവർത്തകർക്ക് തീരെ വിവരമില്ലാതെ പോകരുത് എന്ന് ഞാൻ പറയുകയാണ്. പണ്ട് നമ്മുടെ ഏകം ന്യൂസിൽ ഒരു നിരീശ്വരവാദിയെ കൊണ്ടുവന്ന് ഇല്ലേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കും ബോധമില്ല, ഉത്തരം പറയുന്ന ആൾക്കും ബോധമില്ല. അങ്ങനെ തീരെ മന്ദബുദ്ധികളായിട്ട് പ്രത്യക്ഷപ്പെടാൻ ചാനലുകൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾ ഇല്ലേ പൊട്ടന്മാരാണെന്ന് മണ്ടന്മാരാണെന്ന് മനുഷ്യർക്ക് മനസ്സിലാകും. നിങ്ങൾ ചാനൽ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ മണ്ടന്മാരാണെന്ന് പറയേണ്ട കാര്യമില്ല. പോകട്ടെ. ഈ കോവിഡ് അല്ലെങ്കിൽ കൊറോണ വൈറസ് എന്ന പദസന്ധി വട്ടോളിയച്ചൻ ഉപയോഗിച്ചിട്ടില്ല. പകരം കോവിഡിൻ്റെ മറവിൽ ഏകീകൃത കുർബാന സൂത്രത്തിൽ നടപ്പാക്കാൻ ഒരു ധ്വനിയാണ് വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോവിഡിൻ്റെ മറവിൽ ഏകീകൃത കുർബാന സൂത്രത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചുവത്രേ. അതാണ് ഞാൻ പറഞ്ഞത്, കല്ല് വെച്ച നുണയാണ്. അതിലേക്ക് വരുന്നതിന് മുൻപ്, അതായത് ഇത് കല്ല് വെച്ച നുണയാണെന്ന് ഞാൻ സ്ഥാപിക്കാൻ പോവാണ്. അതിലേക്ക് വരുന്നതിന് മുൻപ് അവരുടെ വ്യാഖ്യാനം വാദത്തിന് വേണ്ടി ശരിയാണെന്ന് സമ്മതിച്ചാലും ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കാനുണ്ട്. വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ തന്നെ എടുത്തിട്ട് ഞാൻ ചോദിക്കുകയാണ്. 1, 700 കോടി ജനം, എത്രയാണോ അത്രയും വീട്ടിലിരിക്കേണ്ടി വരുന്നു കോവിഡ് കാലത്ത്. അവരെ വീട്ടിൽ നിന്ന് ഇറക്കാനുള്ള തീരുമാനം സീറോ മലബാർ സഭയുടെ മെത്രാന്മാരുടെ സിനഡാണോ എടുക്കേണ്ടിയിരുന്നത്? ഇവർ പറയുന്നത് 700 കോടി ജനം, അല്ലെങ്കിൽ എത്ര ജനം ഉണ്ടോ ലോകത്ത്, അവർ മുഴുവൻ വീട്ടിലിരിക്കേണ്ടി വന്നു. അതാണ് കോവിഡ് കാലത്ത് ഉണ്ടായത്. അപ്പോൾ ഈ വീട്ടിലിരിക്കേണ്ടി വന്ന ആ
മനുഷ്യരെ 700 കോടി ജനത്തെ റോഡിലേക്ക് ഇറക്കേണ്ട തീരുമാനം എടുക്കേണ്ടിയിരുന്നത് സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡായിരുന്നു. വീട്ടിലിരിക്കേണ്ടി വന്ന ജനം സഭയുടെ കുർബാനയിൽ പങ്കെടുക്കാനുള്ള സംവിധാനം തന്നെയല്ലേ മെത്രാൻ സിനഡ് എടുക്കേണ്ടിയിരുന്നത്? ലോകം മുഴുവൻ അടച്ചുപൂട്ടി വീട്ടിലിരിക്കേണ്ടി വന്നപ്പോൾ ആ ജനം സഭയുടെ കുർബാനയിൽ പങ്കെടുക്കാനുള്ള സംവിധാനം തന്നെയല്ലേ മെത്രാൻ സിനഡ് എടുക്കേണ്ടിയിരുന്നത്? അതല്ലേ മെത്രാൻ സിനഡ് എടുത്തത്? അതിൽ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അവർക്കുണ്ടായില്ലേ? ഉണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ 700 കോടി ജനത്തെ വീട്ടിലിരിക്കാതെ വഴിയിലേക്ക് ഇറക്കി വിടാനോ ആ തീരുമാനമാണോ മെത്രാൻ സിനഡ് എടുക്കേണ്ടിയിരുന്നത്? ഇവരുടെ പറച്ചിൽ കേട്ടതൊന്നും അത് മെത്രാൻ സിനഡ് എടുക്കാത്തത് കൊണ്ടാണ് 700 കോടി ജനം വീട്ടിലിരിക്കേണ്ടി വന്നതെന്ന് കോവിഡ് കാലത്ത്. 2, വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മരിക്കുന്നവർ അവസാനം ആഗ്രഹിക്കുന്ന എന്തായിരിക്കും? സഭയുടെ കുർബാന, മാർപ്പാപ്പ ആവശ്യപ്പെട്ട കുർബാന, സാധുവും നിയമാനുസൃതമായ കുർബാന, അതിൽ പങ്കെടുത്ത് മരിക്കുക, അതല്ല ആഗ്രഹിക്കുക. വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പിടഞ്ഞു മരിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് സഭയുടെ കുർബാനയിൽ പങ്കെടുത്ത് മരിക്കാനല്ലേ ആളുകൾ ആഗ്രഹിക്കുക? വിശ്വാസികൾ അങ്ങനെയാണ് ആഗ്രഹിക്കുക. അല്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യർ പിടഞ്ഞു വീഴുന്നത് ഒഴിവാക്കാൻ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിന് കഴിയുമായിരുന്നോ? വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ചത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒഴിവാക്കാൻ മെത്രാൻ സിനഡിന്റെ തീരുമാനത്തിന് കഴിയുമായിരുന്നോ? ഇവരെ പറച്ചിൽ കേട്ടാൽ തോന്നൂല അങ്ങനെ കഴിയുമായിരുന്നെന്ന്, എന്നിട്ട് അത് എടുത്തില്ലെന്ന്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരല്പം ബുദ്ധി, ദൈവം കുറെ അല്പം ബുദ്ധി തന്നിട്ടില്ലേ? അത് ദൈവജനൊക്കെ വായിച്ചാൽ കുറച്ചുകൂടി ബുദ്ധി കൂടും, സഭയെ അനുസരിച്ചാൽ കുറച്ചുകൂടി ബുദ്ധി കൂടും. ഇല്ലെങ്കിൽ ഹൃദയം അടയുന്നത് പോലെ തന്നെ മന്ദബുദ്ധികളായി മാറും. വട്ടോളിക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ്. എന്നിട്ട് അത് ഏറ്റുപിടിക്കാനായിട്ട് കുറെ വിമത വൈദികർ. അത്ഭുതം എന്നെ വിസ്മയിപ്പിക്കുന്നതൊന്നുമല്ല. എറണാകുളത്ത് ഈ മണ്ടന്മാർക്ക് ഓശാന പാടാൻ ബുദ്ധിയുള്ള ഇരിങ്ങാലക്കുടക്കാരും കുറച്ച് പേരുണ്ട്. അതെനിക്ക് അത്ഭുതമാണ്. എറണാകുളത്ത് തന്നെ ഇവർ കുർബാന ഈ സഭയെ എതിർക്കുന്നത് കൊണ്ട് ഹൃദയം കഠിനമായി, മനസ്സ് മന്ദീഭവിച്ചു പോയി. ഇരിങ്ങാലക്കുടയിൽ എന്ത് സംഭവിച്ചു? ഈ മണ്ടന്മാരുടെ അതേ വ്യാഖ്യാനം അവിടെ ഏറ്റുപിടിക്കുന്നത് എങ്ങനെയാ? 3, ചികിത്സയും ഭക്ഷണവും കിട്ടാതെ ജനം പരക്കം പായുന്നു. അപ്പോൾ ഇവിടത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. 700 കോടി ജനവും വീട്ടിൽ ഇരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് ജനം പരക്കം പായുന്നു എന്നും പറയുന്നുണ്ട് വട്ടോളി. എന്തെങ്കിലും ആവട്ടെ, തീർച്ചയായും സഭയുടെ കീഴിലുള്ള പല പള്ളികളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ചികിത്സയും ഭക്ഷണവും കൊടുത്തിരുന്നു. നമ്മളതിൽ വലിയ മാതൃകയായിരുന്നു. കത്തോലിക്ക സഭ വളരെ മാതൃകയായിരുന്നു. എങ്കിലും ഒരു ചോദ്യം, സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡാണോ സർക്കാരാണോ ഭൗതികമായി ചികിത്സയും ഭൗതികമായി ഭക്ഷണവും എത്തിച്ചു കൊടുക്കേണ്ടിയിരുന്നത്? അത് സർക്കാരിൻ്റെ പണിയല്ലേ? സഭ ഒരു ആധ്യാത്മിക സ്ഥാപനമല്ലേ? അപ്പൊ ചികിത്സയും ഭക്ഷണവും ഒക്കെ ഒരുക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. അതിനു വേണ്ടിയിട്ട് ടാക്സ് കൊടുക്കുന്നത് നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ സർക്കാരിന് ചുമതലയുണ്ട്. സർക്കാർ അത് സംരക്ഷിക്കാം, ജീവനും സ്വത്തും സംരക്ഷിക്കാം എന്നുള്ള വ്യവസ്ഥയിലാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. സഭ ചെയ്യുന്നത് വോളണ്ടറിയാണ്. എത്രയോ പള്ളികൾ നേർച്ചപ്പെട്ടികൾ തുറന്നു വെച്ചു, എത്രയോ സ്ഥലത്ത് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുത്തു, ചികിത്സ ഫ്രീ ആയിട്ട് കൊടുത്തു, എത്രയോ സഭയുടെ സ്ഥാപനങ്ങളിൽ. അതൊക്കെ ഈ മെത്രാന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ. സഭ ഒരു ആധ്യാത്മിക സ്ഥാപനമാണ്. എറണാകുളത്ത് വൈദികർക്ക് അത് മനസ്സിലായിട്ടില്ലെന്ന് മാത്രം. 4, കോടിക്കണക്കിന് മനുഷ്യർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. അങ്ങനെ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് തൊഴിൽ നൽകാൻ വേണ്ടിയായിരുന്നോ ഈ വട്ടോളിയും വിമത വൈദികരും മുന്നേറ്റക്കാരും ജനങ്ങളെ തെരുവിലിറക്കി മെത്രാൻ സിനഡിനെതിരെ പ്രതിഷേധ യോഗങ്ങളും പ്രതിഷേധ റാലികളും സംഘടിപ്പിച്ചത്? കോവിഡ് കാലത്ത് ഓർക്കുന്നുണ്ടോ? കോവിഡ് കാലത്ത് തന്നെ ഈ മെത്രാൻ സിനഡിന്റെ തീരുമാനം വന്നപ്പോൾ അതിനെതിരെ പുറത്തിറങ്ങി പ്രകടനം നയിച്ചവരാണ് വിമത വൈദികരും മുന്നേറ്റക്കാരും. വട്ടോളി അടക്കമുള്ളവർ. വട്ടോളി പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കോടിക്കണക്കിന് മനുഷ്യർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടിയായിരുന്നോ ഈ പ്രകടനം നടത്തിയത്? സഭയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ലോഹ്യം മടക്കി കുത്തി പ്രകടനം നയിച്ച് പ്രതിഷേധം നയിച്ചത്? നിങ്ങൾ ആ പ്രതിഷേധം കണ്ടപ്പോൾ പലരും എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് പെട്രോളിന് വില കൂടിയതിന് പ്രതിഷേധിക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധമല്ല, ആളുകൾക്ക് ഭക്ഷണം കിട്ടാതെ മരിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധമല്ല.
ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതിനെതിരെയുള്ള പ്രതിഷേധമല്ല. പിന്നെയോ മാർപ്പാപ്പയ്ക്കെതിരെ കുർബാന ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ചൊല്ലണമെന്ന മാർപ്പാപ്പയ്ക്കെതിരെയുള്ള പ്രതിഷേധം, ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് പറഞ്ഞ മെത്രാന്മാർക്കെതിരെയുള്ള പ്രതിഷേധം, അതിനാണ് കോവിഡ് കാലത്ത് പുറത്തിറങ്ങിയത്. ഈ പറഞ്ഞ വട്ടോളിയും അതുപോലെ തന്നെ മറ്റുള്ളവരും ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ തൊഴിൽ കിട്ടാൻ വേണ്ടി ഒരു പ്രതിഷേധം നടത്തിയോ? ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണപ്പോൾ അവർക്ക് ചികിത്സ കിട്ടാൻ വേണ്ടി ഒരു പ്രതിഷേധം നടത്തിയോ? ദൈവത്തെങ്കിലേക്ക് കുറച്ചു നേരം തിരിയണമെന്ന് പറഞ്ഞപ്പോൾ പ്രതിഷേധമായിട്ട് വന്നിരിക്കുക. നാണല്ലേ വട്ടോളിക്കും വിമതർക്കും? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ മോശമാണല്ലോ, നിരീശ്വരന്മാരെക്കാൾ മോശമാണല്ലോ. ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് പറഞ്ഞതിന് മാർപ്പാപ്പയ്ക്കെതിരെ പ്രതിഷേധമായിട്ട് നടക്കുക, മെത്രാന്മാർക്ക് ഒരു പ്രതിഷേധമായിട്ട് നടക്കുക. ലോകം ഊരി വെച്ച് പോടോ, പൗരോഹിത്യം ഉപേക്ഷിച്ചിട്ട് ഈ സഭ എങ്ങനെ ഭിന്നിപ്പിക്കാതെ? ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിനേക്കാൾ ഭേദം നിങ്ങൾക്ക് ഇതുപോലെ മെത്രാന്മാരെ അനുസരിക്കാതിരിക്കുക, മാർപ്പാപ്പയെ വെല്ലുവിളിക്കുകയാണെങ്കിൽ ലോകം ഊരി വെച്ച് പോകണം. അതാണ് മിനിമം മര്യാദ. നിരീശ്വരന്മാരും കമ്മ്യൂണിസ്റ്റുകാർക്കും കത്തോലിക്ക പുരോഹിതരായിരിക്കാൻ കഴിയില്ല. കത്തോലിക്കർക്ക് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാൻ കഴിയില്ല, പിന്നെയല്ലേ വൈദികർക്ക്. ജനത്തിന് മുഴുവൻ കോവിഡ് എന്ന മഹാമാരി ബാധിച്ചാലും ജനങ്ങളെ ബാധിച്ചാലും സാരമില്ലെന്നും പറഞ്ഞ് അവരെ മുഴുവൻ തെരുവിലിറക്കിയത് ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. ഭയങ്കര കരുതലായിരുന്നു ജനങ്ങളോട്, വട്ടോളിക്കും വിമതർക്കും മുന്നേറ്റക്കാർക്കും. കോവിഡ് മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കലാണോ സീറോ മലബാർ മെത്രാൻ സൈഡിൻ്റെ ലക്ഷ്യം? ഇപ്പോഴത്തെ ലയോൺ മാർപ്പാപ്പ പറഞ്ഞു കേട്ടോ, ലോകത്തെ സകല യുദ്ധങ്ങളും പ്രശ്നങ്ങളും അവസാനിപ്പിക്കലല്ല എൻ്റെ പണി, മറിച്ച് ആ പ്രശ്നങ്ങൾക്ക് ഇടയിൽ സുവിശേഷം കൊണ്ടു ചെല്ലാനും ക്രിസ്തുവിനെ കൊണ്ടു ചെല്ലാനുമാണ്. പട്ടോളി കേൾക്കുന്നുണ്ടോ ഇപ്പോഴത്തെ മാർപ്പാപ്പ പറഞ്ഞത്? മാർപ്പാപ്പ നിങ്ങൾക്ക് ആരും അല്ലായിരിക്കാം, എന്നാലും കത്തോലിക്കർക്ക് മാർപ്പാപ്പ വലുതാണ്. അദ്ദേഹം പറഞ്ഞത് ലോകത്തെ സകല യുദ്ധങ്ങളും പ്രശ്നങ്ങളും അവസാനിപ്പിക്കലല്ല മാർപ്പാപ്പയുടെ ചുമതല, അത് രാഷ്ട്രീയ നേതൃത്വത്തിനും അല്ലാത്ത നേതൃത്വങ്ങൾക്കുമാണ്. മറിച്ച് ഇങ്ങനെ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് സുവിശേഷവുമായി ചെന്ന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെ കൊടുക്കുക. ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് സമാധാനം, അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതല്ല. യുദ്ധങ്ങളുടെ അസാന്നിധ്യം അതല്ല സമാധാനം. യുദ്ധമില്ലാത്ത അവസ്ഥ അതല്ല സമാധാനം. യുദ്ധത്തിനിടയിലും ക്ലേശങ്ങൾക്കിടയിലും ഉപദ്രവങ്ങൾക്കിടയിലും രോഗങ്ങൾക്കിടയിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുക, അതിനാണ് സമാധാനം എന്ന് പറയണേ. അതാണ് മാർപ്പാപ്പ ഉറപ്പ് വരുത്തേണ്ടത്, മെത്രാൻസിനോട് ഉറപ്പ് വരുത്തേണ്ടത്. അതല്ലേ അവർ ഉറപ്പ് വരുത്തിയത്? ഇതെല്ലാം മെത്രന്മാർക്ക് അയച്ചു കൊടുക്കണം. എൻ്റെ ഈ വീഡിയോ അവർ ചെയ്ത നല്ല കാര്യമാണ് ഞാൻ പറയണേ. ഞാൻ അവർ ചെയ്ത ഒരുപാട് മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ അവർ പറഞ്ഞ നല്ല കാര്യം പറയണേ. ഇതൊന്ന് അയച്ചു കൊടുക്കൂ അവർക്ക്. നിങ്ങളുടെ സ്നേഹിതന്മാരെ മെത്രന്മാർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കൂ. സഭ ഒരു ആരാധനാ സമുദായമാണ്, ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണ്. അവിടെ ആധ്യാത്മിക കാര്യങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പ്രത്യേകിച്ചും കോവിഡ് പോലൊരു മഹാമാരി ലോകത്തെ വിഴുങ്ങിയപ്പോൾ മനുഷ്യർ പെട്ടെന്ന് മരിച്ചു വീഴുമ്പോൾ അവർക്ക് വേണ്ടത് ആധ്യാത്മികമായിട്ട് തന്നെ ഒരു സംഗതിയാണ്. അതെന്താണ്? സഭ കൽപ്പിച്ച, മാർപ്പാപ്പ കൽപ്പിച്ച കുർബാന ഒക്കെ കിട്ടുക. അവർക്കത് ഏറ്റവും വലിയ നിധിയാണ്. തിരുപ്പാധയം എന്നാണ് പറയുക മരിക്കുന്നവർ കുർബാന സ്വീകരിക്കുമ്പോൾ. തിരുപ്പാധയം എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ്, ആധ്യാത്മിക പൊതിച്ചോറാണ് ദിവ്യകാരുണ്യം. അത് സഭയുടെ കുർബാന അർപ്പിച്ചാലാണ് അവർക്ക് ആ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പറ്റുക. ആധ്യാത്മികമായിട്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് കോവിഡ് കാലത്ത് ഓൺലൈനിലാണ് കുർബാന കണ്ട് നമ്മൾ ആത്മീയമായിട്ട് കുർബാന സ്വീകരിക്കുകയായിരുന്നു. അത് പക്ഷേ സഭയുടെ കുർബാന കിട്ടിയാലേ ജനങ്ങൾക്ക് തൃപ്തിയാകുള്ളൂ. ഈ വട്ടോളിയുടെ കുർബാന അർപ്പിച്ചാൽ കിട്ടില്ല. അത് സഭയെ നിർദ്ദേശിച്ച് തരത്തിലല്ല. അപ്പോൾ സഭ ഒരു ആരാധനാ സമുദായമാണെന്നും ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണെന്നും കോവിഡ് പോലെ മഹാമാരിയിലും മനുഷ്യർക്ക് ആധ്യാത്മികമായിട്ട് കർത്താവിന് തന്നെ വേണ്ടതെന്നും മെത്രാന്മാർ തിരിച്ചറിഞ്ഞു എന്നുള്ളത് പരിശുദ്ധാത്മാവിന് വലിയൊരു പ്രചോദനമായിരുന്നു. അത് കോവിഡ് കാലത്ത് തീരുമാനിച്ചത് വളരെ വലിയ പ്രചോദനമായിരുന്നു. കാരണം സഭ ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണെന്ന് മെത്രാൻ സിനഡ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയായിരുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിൽ മെത്രാന്മാരെടുത്ത തീരുമാനത്തെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടാത്ത വിമത വൈദികരും മുന്നേറ്റക്കാരും എതിർക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിനെയാണ് അവർ എതിർത്തത്. പരിശുദ്ധാത്മാവിനോടാണ് അവർ മല്ലിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ
ഈ വട്ടോളിക്കോ വിമതർക്കോ മുന്നേറ്റക്കാർക്കോ സഭ ഒരു ആരാധന സമുദായമോ ആധ്യാത്മിക പ്രസ്ഥാനമോ അല്ല. അല്ലെങ്കിൽ ഒരു പള്ളി ഇതുപോലെ 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 അശുദ്ധമാക്കുമോ? സത്യവിശ്വാസികളുടെ വിശുദ്ധ കൂട്ടായ്മയെ തകർക്കാൻ ആരുടെയൊക്കെയോ പക്കൽ നിന്ന് കൊട്ടേഷൻ എടുത്തിരിക്കുന്ന തെമ്മാടികളാണ് വിമത വൈദികരും മുന്നേറ്റക്കാരും. അവരെ ആലിംഗനം ചെയ്യാൻ നടക്കുന്ന മെത്രാന്മാരെ നാം സൂക്ഷിക്കണം. അവരെ ആലിംഗനം ചെയ്ത് ചേർത്ത് പിടിക്കാൻ നടക്കുന്ന മെത്രാന്മാരെ നമ്മൾ സൂക്ഷിക്കണം. അവര് അന്നത്തെ മെത്രാൻസിന്റെ ഒരു തീരുമാനത്തിന്, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിലെടുത്ത തീരുമാനത്തിന്, സഭ ഒരു ആരാധന സമുദായമാണെന്നും ആധ്യാത്മിക പ്രസ്ഥാനമാണെന്നുമുള്ള ആ വെളിച്ചത്തിലെടുത്ത തീരുമാനത്തിന് കോടാലി വെക്കുന്നവരാണ് ഈ പറഞ്ഞ ഈ വിമത വൈദികരെയും മുന്നേറ്റക്കാരെയും ആലിംഗനം ചെയ്യുന്ന മെത്രാന്മാര്. അവരെ മാറ്റി നിർത്താൻ മറ്റ് മെത്രാന്മാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ സങ്കടമാണ്. ഇനി ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം കേട്ടോ. കോവിഡ് കാലത്ത് മെത്രാൻ സെനഡ് എടുത്തത് വളരെ നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. കാരണം ഞാൻ ലിറ്റർജിയോട് താല്പര്യമുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ, മഹാമാരിയിൽ ഒരു മെത്രാൻ സെനഡ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല കാര്യമായിരുന്നു ആധ്യാത്മികമായിട്ട് ജനങ്ങളെ ഒരുക്കി, രോഗശാന്തിക്കാണെങ്കിലും മരണത്തിനാണെങ്കിലും അവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ, കർത്താവിൻ്റെ കുർബാന പങ്കെടുക്കാനുള്ള ആ സാഹചര്യം ഉറപ്പുവരുത്താൻ അവരെടുത്ത തീരുമാനം അല്ലേ എന്ന് ചോദിക്കൂ. ഇനി വട്ടോളിയുടെ അടുത്ത ആരോപണം, അത് വളരെ മനസ്സിരുത്തി കേൾക്കണേ. മെത്രാന്മാരും ജനങ്ങളും അച്ഛന്മാരും ഒക്കെ സീറോ മലബാർ സഭാ സിനഡ് ഈ കാലഘട്ടത്തിൽ കുർബാൻ എന്ന പ്രാർത്ഥന എങ്ങോട്ട് തിരിഞ്ഞു വേണമെന്ന തീരുമാനം തിരക്ക് പിടിച്ച് എടുത്തതിനെ പറ്റി ആലോചിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകുകയാണ്. നീറോ അല്ലേ റോം കത്തിയെറിയുമ്പോൾ വീണ വായിച്ചെന്ന് അതാണ് പറഞ്ഞു പോണേ. ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്നാണല്ലോ യൂണിവേഴ്സൽ കാറ്റഗിസം പുസ്തകം പഠിപ്പിക്കുന്നത്. കുർബാൻ എന്നത് വെറും ഒരു പ്രാർത്ഥന മാത്രമാണ്. ആണ് വട്ടോളിയുടെ ഈ പ്രസ്താവത്തിൽ രണ്ട് വലിയ പിഴവുകളും ഒരു വലിയ വേദവിപരീതം എന്ന പാഷാണ്ഡതയുമുണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊന്നുകൂടി വട്ടോളിയുടെ വാചകങ്ങൾ ഒന്നുകൂടി കേൾക്കാം. സീറോ മലബാർ സഭാ സിനഡ് ഇക്കാലഘട്ടത്തിൽ കുർബാൻ എന്ന പ്രാർത്ഥന ബ്രാക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്നാണല്ലോ യൂണിവേഴ്സൽ കാറ്റഗിസം പുസ്തകം പഠിപ്പിക്കുന്നത്. കുർബാൻ എന്നത് പ്രാർത്ഥന മാത്രമാണ്. എങ്ങോട്ട് തിരിഞ്ഞു വേണം എന്ന തീരുമാനം തിരക്ക് പിടിച്ച് എടുത്തതിനെ പറ്റി ആലോചിക്കുമ്പോൾ, ഞാൻ ആവർത്തിക്കുക, വട്ടോളിയുടെ പ്രസ്താവത്തിൽ രണ്ട് വലിയ പിഴവുകളും രണ്ട് നുണ, ഒരു വലിയ വേദവിപരീതം എന്ന പാഷാണ്ഡതയുമുണ്ട്. ഒന്നാമത്തെ പിഴവ്, എങ്ങോട്ട് തിരിഞ്ഞു വേണമെന്ന തീരുമാനം തിരക്ക് പിടിച്ചെടുത്തു. ഇതിനെയാണ് ഞാൻ കല്ല് വെച്ച നുണ, പെരും നുണ എന്ന് പറയുന്നത്. ഞാൻ പല വീഡിയോസിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് തിരക്ക് പിടിച്ചെടുത്തതല്ലെന്ന്. 1999 ഏകീകൃത കുർബാന ചൊല്ലാൻ, ഇപ്പം നമ്മൾ പറഞ്ഞ 50-50 എന്ന് പറഞ്ഞ ഏകീകൃത കുർബാന ചൊല്ലാൻ മെത്രാൻ സെനഡ് ഐകകണ്ഠേന തീരുമാനിച്ചത്. അതിന് കാരണമുണ്ട്. 1986 അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു. മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് വന്ന് മുഴുവൻ അൾത്താരാഭിമുഖമായി കുർബാന ചൊല്ലി ഈ കുർബാന ഉദ്ഘാടനം ചെയ്തു. അതെല്ലാ രൂപത്തിൽ നടപ്പാക്കാൻ ഒരു തീരുമാനം എടുത്തിരുന്നു. എല്ലാ മെത്രാന്മാരും ഐക്യകണ്ഠേന 89 മുതൽ നടപ്പാക്കാൻ തീരുമാനമായിരുന്നേ, പക്ഷെ നടപ്പാക്കിയില്ല. മാർപ്പാപ്പ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോലും, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോലും മെത്രാന്മാർ മാർപ്പാപ്പയെ ഗവനിച്ചില്ല. അങ്ങനെ 89 കുറച്ച് രൂപത്തിൽ നടപ്പാക്കി, ബാക്കി രൂപത്തിൽ നടപ്പാക്കിയില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വലിയ സങ്കടമായി. അത് 2000 മഹാജൂബിലിയാണ്, നമ്മുടെ കർത്താവ് ശംശികയുടെ പിറവിയുടെ മഹാജൂബിലി. ഇന്ത്യയിലേക്ക് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഡൽഹിയിൽ വരുന്നു. അതിനു മുമ്പ് ഇത് നടപ്പാക്കണമെന്ന് വത്തിക്കാനെന്ന് നിർദ്ദേശം വന്നതിൻ്റെ വെളിച്ചത്തിൽ 99 എല്ലാ മെത്രാന്മാരും, അന്നത്തെ എല്ലാ മെത്രാന്മാരും ഐകകണ്ഠേന തീരുമാനിച്ചു ഏകീകൃത കുർബാന നടപ്പാക്കാൻ. 1999 അവിടെയും അപ്പോഴും തീരുമാനമെടുത്തെങ്കിലും ചില മെത്രാന്മാർ അപ്പോഴും മാർപ്പാപ്പയെ ധിക്കരിച്ചു. ഈ അച്ഛന്മാർ മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നണില്ല. സങ്കടമുണ്ട്, അത്ഭുതമില്ല. എന്താ കാര്യം? ഇതിനുമ്പ് മെത്രാന്മാരാണ് മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ടിരുന്നത്. മാർപ്പാപ്പയെ ധിക്കരിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ ചില മെത്രാന്മാരോട് പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നെ ധിക്കാരിയായി മുദ്ര കുത്തിയത്. മാർപ്പാപ്പയെ നിങ്ങൾ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് തീരുമാനമെടുക്കുകയും അത് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടാണ്, എന്നിട്ട് തീരുമാനമെടുക്കുകയും ഒപ്പുവെച്ചതിന് ശേഷം അതിന് കടകവിരുദ്ധമായി മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ട് അതത് രൂപതകളിൽ തോന്നിയ പോലെ അല്ലേ ജനാഭിമുഖം ചൊല്ലുന്നത് ശരിയല്ല എന്ന് ഞാൻ എൻ്റെ മെത്രാനടക്കമുള്ള മെത്രാന്മാർ പറഞ്ഞതിൻ്റെ പേരിലാണ്, മാർപ്പാപ്പയെ അനുസരിക്കണമെന്ന് മെത്രാന്മാർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ധിക്കാരിയാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തി സകല സ്ഥലത്തേക്കും പ്രചരിപ്പിച്ചത്.
ഇപ്പോൾ ഈ പുതുതായി വന്നിട്ട് കുറേ അച്ഛന്മാരുണ്ട്, അവരോടും ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അവരെൻ്റെ വീഡിയോസ് കാണുന്നില്ല, കാണാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുക. നമ്മളെന്ത് ചെയ്യും? എവിടെ ചെന്നാണ് ഇത് നമ്മൾ അല്ലേ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെടാൻ കർത്താവ് തന്നെ അവസരം ഒരുക്കുകയാണെന്ന് ഞാൻ വിചാരിക്കണം. അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? മാർപ്പാപ്പി അനുസരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ധിക്കാരിയായി. മാർപ്പാപ്പി അനുസരിക്കാമെന്ന് എഴുതി ഒപ്പിട്ടിട്ട് മാർപ്പാപ്പിയെ തന്നെ ധിക്കരിച്ചു മെത്രാന്മാർ. അവർ ക്യാമന്മാരുമായി. ഇപ്പോൾ അവർ പറയുന്നത് ഞാൻ അച്ഛന്മാരെ അനുസരിക്കുന്നില്ല. എന്താ കാര്യം? അവർ തന്നെ മാർപ്പാപ്പി ധിക്കരിച്ചു മെത്രാന്മാർ. അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, അവരുടെ ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടു പോയി, ധാർമ്മിക ശക്തി നഷ്ടപ്പെട്ടു പോയി. അവർ തന്നെ ധിക്കാരികൾ കൂട്ടത്തിലായിരുന്നു. നമ്മൾ അനുസരണക്കേട് ജീവിക്കുമ്പോൾ നമ്മുടെ ധാർമ്മിക ശക്തി ചോർന്ന് പോകും. അത് മെത്രാന്മാർക്ക് സംഭവിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അവർക്ക് നടപ്പാക്കാൻ നമ്മൾ വാഴപ്പിണ്ടി എന്ന് വിളിക്കുന്നില്ലേ. എന്താ ഒരു വാഴപ്പിണ്ടി ആയി പോയത്? അവർ വർഷങ്ങളോളം മാർപ്പാപ്പയെ ധിക്കരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവർക്ക് നട്ടലുണ്ടാകില്ല, ചങ്കുറപ്പുണ്ടാകില്ല. കാരണം അവർ ധാർമ്മിക ശക്തി ചോർന്നു പോയി. ഇപ്പോഴും അവർക്ക് കിട്ടിയിട്ടില്ല. തിരിച്ചു കിട്ടണമെങ്കിൽ, അവർ ചങ്കുറപ്പ് തിരിച്ചു കിട്ടണമെങ്കിൽ മാർപ്പാപ്പ അനുസരിച്ചുകൊണ്ട് 4 പ്രാവശ്യം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യം സീറോ മലബാർ സഭയിൽ നടപ്പാക്കണം. നടപ്പാക്കുമ്പോൾ അവർക്ക് ധാർമ്മിക ശക്തി തിരിച്ചു കിട്ടും. മെത്രാന്മാരുടെ കാര്യം ഞാൻ പറയണേ. അപ്പോൾ 1999 മെത്രാൻ സിനഡ് ഐക്യകണ്ഠേന ഏകീകൃത കുർബാന തീരുമാനിച്ചത്. പക്ഷേ എന്നിട്ടും കുറച്ച് മെത്രാന്മാർ ഒപ്പുവയ്ക്കും ധിക്കരിക്കും. നേരും നെറിവുമില്ല എന്നാണ് പറയുക. മെത്രാന്മാരായതുകൊണ്ട് ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നില്ല. വാസ്തവത്തിൽ ഈ 1999 തീരുമാനം, 1999 തീരുമാനം ചരിത്രപ്രധാനമായ തീരുമാനമാണ്. ചരിത്രപ്രധാനം. കാരണം ഒരു പുതിയ രീതി കത്തോലിക്ക സഭയ്ക്ക് പൗരത്യ സഭയായ സീറോ മലബാർ സഭ കൺട്രിബ്യൂട്ട് ചെയ്യുകയായിരുന്നു, സംഭാവന ചെയ്യുകയായിരുന്നു. പിന്നത്തെ വർഷം ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകം ഇറക്കിയപ്പോൾ, ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകമാണ്, അതിനകത്ത് ഈ രീതിയാണ് ഞാൻ വ്യക്തിപരമായി പ്രിഫർ ചെയ്യാമെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാരണം വചന ശുശ്രൂഷ ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ടും അനാഫറ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിട്ടും ഒരുപക്ഷെ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് ബെനഡിക്ട് മാർപ്പാപ്പ 2000 ഇറക്കിയ ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് സീറോ മലബാർ സഭയുടെ സിനഡിന്റെ വെളിച്ചത്തിലാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ആഗോള കത്തോലിക്ക സഭയ്ക്കും ക്രിസ്തുധർമ്മത്തിനും സീറോ മലബാർ സഭ കൺട്രിബ്യൂട്ട് ചെയ്ത വലിയൊരു തീരുമാനമാണ് ഈ ഏകീകൃത കുർബാന എന്നത്. നരികുളച്ചന് കൊടുത്ത മറുപടി, നരികുളച്ചൻ്റെ ഉതപ്പുകൾക്ക് ഞാൻ മറുപടി കൊടുത്തതിനകത്ത് ഇത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അത് പോയി കേൾക്കുക. നരികുളച്ചന് കൊടുത്ത അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനടുത്ത മറുപടികൾ ഇതേക്കുറിച്ച് വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2021 കോവിഡിൻ്റെ മറവിൽ തിരക്ക് പിടിച്ചെടുത്തതാണോ തീരുമാനം? അല്ല, 99 എടുത്ത തീരുമാനമാണ്. 99. പിന്നെ എന്തുകൊണ്ട് 2021 നടപ്പാക്കാൻ തീരുമാനിച്ചു 99 എടുത്തിട്ട്? അതിനുള്ള കാരണം വട്ടോളി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആളുകൾക്ക് പള്ളിയിൽ പോകാൻ നിവൃത്തിയില്ല, കോവിഡാണ്, ലോകം മുഴുവൻ അടച്ചുപൂട്ടിയിരിക്കുക, വീട്ടിലിരുന്ന് ഓൺലൈനായി കുർബാന പങ്കെടുക്കുകയാണ്. അപ്പോഴാണ് സീറോ മലബാർ സഭയിൽ ഓരോ വൈദികനും ഓരോ തരത്തിലുള്ള കുർബാനയാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്നത്. ഓരോ അച്ഛനും ഓരോ കുർബാന, ഒരു രൂപതയ്ക്ക് പോലും ഒരുപോലെ ഇല്ല. ഓരോ അച്ഛനും ഓരോ തരം കുർബാന. ആളുകൾക്കാകെ ആശയക്കുഴപ്പമായി. ഇതിലേതാണ് സത്യമായ കുർബാന, ഇതിലേതാണ് ശരി? ഈ ആശയക്കുഴപ്പവും വികലതയും മാറ്റേണ്ടത് മെത്രാന്മാരുടെ ചുമതല തന്നെയായിരുന്നു. മെത്രാന്മാരെ ചുമതല നിറവേറ്റി. അത് അനിവാര്യമായത് കോവിഡിന് സമയത്ത് 99 എടുത്ത തീരുമാനം ധൃതി പിടിച്ചൊന്നുമല്ല. 99 എടുത്ത തീരുമാനം കോവിഡ് കാലത്താണ് നമുക്ക് ഏറ്റവും കോൺസ്പിക്വസ് ആയിട്ട് പ്രകടമായി വെളിച്ചത്ത് വന്നു. സീറോ മലബാർ സഭയിൽ തെല്ലും ഐക്യതയില്ല, കുർബാന അർപ്പിക്കുന്ന കാര്യത്തിൽ ഒട്ടും ഐക്യതയില്ല. ആ അനൈക്യം മാറ്റേണ്ടത് മെത്രാൻ സിനഡിന്റെ ചുമതലയായിരുന്നു. ആ ചുമതല അവർ നിറവേറ്റി. സഭ എന്ന ആധ്യാത്മിക സംവിധാനം, ആധ്യാത്മിക പ്രസ്ഥാനം, ആരാധന സമുദായം ശരിയായ തീരുമാനം ശരിയായ സമയത്ത് എടുത്തതാണ് മെത്രാൻ സിനഡിന്റെ ഈ തീരുമാനത്തിലൂടെ വന്നത്. അതായത് ഈ 99 തീരുമാനം ഇപ്പം തന്നെ നടപ്പാക്കണം. അല്ലാതെ കോവിഡിന്റെ സമയത്ത് എല്ലാവരും അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചെടുത്ത തീരുമാനമല്ല. അതിനും ഈ മെത്രാൻ സിനഡിന്റെ അന്നത്തെ തീരുമാനത്തോട് ഞാൻ 100% യോജിക്കുകയാണ്. സഭ എന്ന ആധ്യാത്മിക സംവിധാനം, ആരാധന സമുദായം, ആധ്യാത്മിക പ്രസ്ഥാനം, ഈ കുർബാനയിൽ അനൈക്യം മാറ്റേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കുകയും
കോവിഡ് എത്ര കാലം നീണ്ടു നിൽക്കുന്ന അറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സഭയുടെ കുർബാന എല്ലാവരും ചൊല്ലണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. കോവിഡിനെ മാനിക്കാതെ പ്രതിഷേധത്തിന് ഇറങ്ങിയത് വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരുമാണ്. ജനങ്ങളുടെ അല്പം പോലും കരുണയോ കരുതലോ കാണിക്കാതെ. മുൻപ് സൂചിപ്പിച്ചതുപോലെ, വട്ടോളി തന്നെ സൂചിപ്പിച്ചതുപോലെ, എപ്പോൾ വേണമെങ്കിലും ആര് വേണമെങ്കിലും മരിച്ചു വീഴുമെന്നൊരവസ്ഥയുണ്ടായിരുന്നു. സത്യവിശ്വാസി ആഗ്രഹിക്കുന്നത് സഭയുടെ കുർബാനയിൽ പങ്കെടുത്തോ കണ്ടോ മരിക്കണമെന്നാണ്. ഇല്ലിസിറ്റ് കുർബാന കാണാൻ പാടില്ലെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. സത്യവിശ്വാസികൾ ഈ ആവശ്യമാണ് മെത്രാൻ സിനഡ് നടപ്പാക്കിയത്. നിങ്ങൾ പറഞ്ഞ സിനഡാലിറ്റി തന്നെയാണ് വാസ്തവത്തിൽ മെത്രാന്മാർ കാണിച്ചത്. ജനങ്ങളുടെ ആവശ്യവും ജനങ്ങളുടെ വികാരവും തിരിച്ചറിയുകയായിരുന്നു സിനഡാലിറ്റി, മെത്രാന്മാരുടെ സിനഡാലിറ്റി. അതിൽ മെത്രാന്മാർ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അപ്പോൾ വട്ടോളിയുടെ 2 കല്ല് വെച്ച നുണങ്ങൾക്ക് ഞാൻ മറുപടി നൽകി കഴിഞ്ഞു. ഇനി വട്ടോളി പഠിപ്പിക്കുന്ന, വിമതർ പഠിപ്പിക്കുന്ന പാഷാണ്ഡത അല്ലെങ്കിൽ വേദവിപരീതം. കുർബാന എന്ന പ്രാർത്ഥന, അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്നാണല്ലോ യൂണിവേഴ്സൽ കാറ്റഗിസം പുസ്തകം പഠിപ്പിക്കുന്നത്. അത് ശരിയല്ല. കുർബാന എന്നത് വെറും ഒരു പ്രാർത്ഥന മാത്രമാണ്. വട്ടോളി എഴുതിയിരിക്കുന്നതാണ്. ആർക്ക്? പാമ്പ്ളാനി പിതാവിന്. പാമ്പ്ളാനി പിതാവ് ബൈബിളിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്, നല്ല ദൈവശാസ്ത്രജ്ഞനാണ്. പാലാപിതാവിൻ്റെ ഭാഷ പറഞ്ഞാൽ 2ാം അക്വിനാസാണ്. അപ്പോൾ ഈ വേദവിപരീതത്തിന് പാഠാണ്ഡതയ്ക്ക് ഒരുപക്ഷെ എന്നേക്കാൾ നല്ല മറുപടി കൊടുക്കാൻ പാമ്പ്ളാനി പിതാവിന് കഴിയേണ്ടതാണ്. മെത്രാന്മാരാണ് സത്യവിശ്വാസം പഠിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അവരുടെ മറുപടികളൊന്നും കാണാത്തത് കൊണ്ട് ഞാൻ മറുപടി ചോദിക്കുകയാണ്, പറയുകയാണ്. കുർബാന എന്ന പ്രാർത്ഥന വെറും ഒരു പ്രാർത്ഥന മാത്രമാണ്. കുർബാന എന്ന പ്രാർത്ഥന വെറും ഒരു പ്രാർത്ഥന മാത്രമാണ്. ഇതാണ് വട്ടോളി പറയണേ. ആണോ വട്ടോളി? ആണോ മുണ്ടാടനച്ഛൻ? ആണോ നരികുളച്ചൻ? ആണോ തേലക്കാട്ടച്ഛൻ? ആണോ തട്ടിൽ പിതാവേ, പാമ്പ്ളാനി പിതാവേ? കുർബാന വെറും ഒരു പ്രാർത്ഥനയാണോ? ഇതിന് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടതില്ലേ? തട്ടിൽ പിതാവേ, പാമ്പ്ളാനി പിതാവേ, നമ്മുടെ കുർബാനയാണ് ഇവർ ആക്രമിക്കുന്നത്. കുർബാനയേക്കാൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഗതി നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ കർത്താവ്? തട്ടിൽ പിതാവിനോടും പാമ്പ്ളാനി പിതാവിനോടുമാണ് ഞാൻ ചോദിക്കുന്നത്. വെറും ഒരു പ്രാർത്ഥനയാണെങ്കിൽ എന്തിനാണ് പൗരോഹിത്യം? എന്തിനാണ് പുരോഹിതൻ? എന്തിനാണ് പള്ളി? എന്തിനാണ് അപ്പവും വീഞ്ഞും? അല്ല, ഇത് വട്ടോളിയോടോ വിമതരോടോ ചോദിച്ചിട്ട് കാര്യമില്ല. അവർ കത്തോലിക്കരല്ല, പ്രൊട്ടസ്റ്റന്റുകാർ പോലുമല്ല. അവർക്ക് ഇതിനേക്കാളും ബഹുമാനമുണ്ട് കുർബാനയോട്. ഞാൻ പ്രൊട്ടസ്റ്റന്റുകാർക്ക് ധ്യാനം പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് പല സ്ഥലത്തും. അവരുടെ ഞായറാഴ്ച ശുശ്രൂഷകൾ ഞാൻ കണ്ടിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് കുർബാനയോട് ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ ബഹുമാനമുണ്ട്. ഈ വട്ടോളിയും വിമത വൈദ്യരും കത്തോലിക്കുകാരല്ല, പ്രൊട്ടസ്റ്റന്റുകാരും അല്ല, പെന്തക്കോസ്തക്കാർ പോലുമല്ല. പെന്തക്കോസ്തക്കാർക്ക് പോലും ഉണ്ട് കുറച്ചൊരു ബഹുമാനം കുർബാനയോട്. ദൈവസഭക്കാർക്കുണ്ട് കുറച്ച് ബഹുമാനം. ഇത് വട്ടോളിയും വിമതരും കത്തോലിക്കരോ പ്രൊട്ടസ്റ്റന്റുകാരോ പെന്തക്കോസ്തക്കാരോ ദൈവസഭക്കാരോ ആരുമല്ല. വിജാതിയുടെ വിശ്വാസം പോലും അവർക്കില്ല. ചുരുങ്ങിയ പക്ഷം പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ഇല്ലേ, അപ്പം മുറിക്കൽ എന്നുള്ള ഒരു സംഗതി നടത്തും. കുർബാനയൊന്നും അവർക്കില്ലെങ്കിൽ പോലും അപ്പം മുറിക്കൽ. അവർക്കത് ബലിയോ ആരാധനയൊന്നുമല്ല. ബലി എന്ന ആരാധനയല്ല. കുരിശിലെ ബലിയുമായി കുർബാനയ്ക്ക് അവർ ബന്ധം കാണുന്നുമില്ല. വട്ടം കൂടിയിരുന്ന ആഹാരം കഴിക്കാനുള്ള വെറും ഒരു ഊട്ടുപുരയാണ് വട്ടോളിക്കും വിമതർക്കൊക്കെ പള്ളി. വേഷം കെട്ടിയ മാവേലി ക്ഷണിച്ചുകൊണ്ട് വന്ന് ഓണസന്ധ്യ വിളമ്പാനുള്ള ഒരു സ്ഥലമാണ് വട്ടോളിക്കും വിമതർക്കും മുണ്ടാടനൊക്കെ പള്ളി എന്ന് പറയണേ. അവർക്ക് ബലിയില്ല, ആരാധനയില്ല. ബലി എന്ന ആരാധനയില്ല. കുരിശിലെ ബലിയുമായി കുർബാനയ്ക്ക് ഒരു ബന്ധം പോലും കാണുന്നില്ല. ഈ പാഷാണ്ഡതയെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ടതില്ലേ? കത്തോലിക്ക സഭയുടെ സത്യപ്രബോധനത്തെ നഖശികാന്തം എതിർക്കുന്നവരെ എന്തിനാണ് ആ സഭയുടെ ഉള്ളിൽ പിടിച്ചു നിർത്തുന്നത്? അവരുള്ളിൽ പിടിച്ചു നിർത്താൻ എന്തിനാണ് മെത്രാന്മാർ ഇങ്ങനെ അമിതമായി സഹായിക്കുന്നത്? എന്താണ് കുർബാനയെന്നും എന്താണ് ലിറ്റർജി എന്നും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ തുടർച്ചയായ ക്ലാസ്സുകളിൽ നൽകുന്നുണ്ട്. നിങ്ങൾ എല്ലാ ഞായറാഴ്ചകളും ഞാൻ നൽകുന്നുണ്ട്. അതിനാൽ ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. എന്നാലും വട്ടോളിക്ക് മറുപടി നൽകാൻ വേണ്ടി ഒരൊറ്റ വാചകത്തിൽ എൻ്റെ ഒരു വാചകത്തിൽ എന്താണ് ലിറ്റർജി എന്ന് ഞാൻ അവതരിപ്പിക്കാം. നവീകരിക്കപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ ഏക പുരോഹിതൻ എന്ന നിലയിൽ പുത്രൻ തമ്പുരാൻ ദൈവപിതാവിന് തന്നെ നൽകിയ കുരിശിലെ ബലി എന്ന ഏറ്റവും പരമമായ ആരാധനയിൽ
ഇന്ന് നമ്മെ ഉൾച്ചേർത്താനായി വചന ശുശ്രൂഷയിലൂടെയും അനാഫറയിലൂടെയും അപ്പവും ബീജും പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ തൻ്റെ ശരീരരത്നങ്ങളായി രൂപാന്തരപ്പെടുത്തിയിട്ട് അതിൽ നമുക്ക് പങ്കാളിത്തം നൽകുന്ന കർത്താവിൻ്റെ പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാന. ഇതെൻ്റെ ഒരു നിർവചനമാണ്. ഞാൻ ഒന്നുകൂടി പറയാം. നവീകരിക്കപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ ഏക പുരോഗതൻ എന്ന നിലയിൽ പുത്രൻ തമ്പുരാൻ ദൈവപിതാവിന് തന്നെ നൽകിയ കുരിശിലെ ബലി എന്ന ഏറ്റവും പരമമായ ആരാധനയിൽ ഇന്ന് നമ്മെ ഉൾച്ചേർത്താനായി വചന ശുശ്രൂഷയിലൂടെയും അനാഫറയിലൂടെയും അപ്പവും വീഞ്ഞും പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ തൻ്റെ ശരീരരത്നങ്ങളായി രൂപാന്തരപ്പെടുത്തിയിട്ട് അതിൽ നമുക്ക് പങ്കാളിത്തം നൽകുന്ന കർത്താവിൻ്റെ പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാന. നല്ലൊരു നിർവചനമല്ലേ? ഞാൻ ചെയ്തതുകൊണ്ട്, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ലതായിട്ട് തോന്നുന്നില്ലേ? ഇത് വെറും ഒരു പ്രാർത്ഥനയാണെന്ന് പറയാൻ നാണമല്ലേ വട്ടോളി? നിങ്ങൾ രാജിവെക്കേണ്ടത് എവിടെ നിന്നാണ് രാജിവെച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൗരോഹിത്യത്തിൽ നിന്ന് മാത്രമല്ല, കത്തോലിക്ക സഭയിൽ നിന്നുമാണ്, ക്രിസ്തു ധർമ്മത്തിൽ നിന്നുമാണ്. നിങ്ങളെ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും പോലും കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇല്ലേ, തലകൊത്തിയൊന്നും കുർബാന ചൊല്ലാമെന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾ. മുണ്ടാടനച്ചോ, നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ ഇതൊക്കെ കേട്ടിട്ട്? ഈ വട്ടോളിയുടെ ഇല്ലേ കുർബാന വെറും ഒരു പ്രാർത്ഥനയാണെന്നുള്ള വട്ടോളിയുടെ നിർവചനത്തോട് മുണ്ടാടനച്ചൻ ചേരുന്നോ, യോജിക്കുന്നോ? നരികുളച്ചോ, ഇതിന് മറുപടി കൊടുക്കണ്ടേ? വട്ടോളി, നിനക്ക് തെറ്റിപ്പോയി എന്ന് പറയണ്ടേ? അങ്ങ് സെമിനാർ റക്ടറായിരുന്നു, ബസിലിക്ക ഇല്ലേ വികാരിയായിരുന്നു, ലിറ്റർജിയിൽ ഇല്ലേ 40 വർഷം ലിറ്റർജിയുടെ കമ്മീഷണർ വർക്ക് ചെയ്തതാണ്. എന്നിട്ട് ഈ വട്ടോളി പറഞ്ഞ പാഠാന്തത്തേക്ക് മറുപടി കൊടുക്കണ്ടേ? ഉതപ്പും ഇടർച്ചയുമായിട്ട് പുസ്തകമൊക്കെ എഴുതിയ ആള് ഇതിലും മറുപടി കൊടുക്കേണ്ടതില്ലേ? നരികുളച്ചനോടാണ് ഞാൻ ചോദിക്കുന്നത്. തേലക്കാട്ടച്ചനോടും എനിക്കൊരു ചോദ്യമുണ്ട്. അങ്ങൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പൂജയില്ലാത്ത പൂജാരിയെ പൂജിക്കരുത്, അയാൾ നിങ്ങളെ പൂജ്യമാക്കിയിടും. പൂജയില്ലാത്ത പൂജാരിയെ പൂജിക്കരുത്, അയാൾ നിങ്ങളെ 0 പൂജ്യമാക്കിയിടും. ഇതിന് മറുപടി പറയൂ. ഇത് വെറും ഒരു പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞ വട്ടോളിക്ക് മറുപടി കൊടുക്കൂ. കുർബാന കുരിശന്റെ വഴി പോലെയുള്ള ഒരു പ്രാർത്ഥനയാണോ? നൊവേന പോലെയുള്ള ഒരു പ്രാർത്ഥനയാണോ? ജപമാല പോലുള്ള ഒരു പ്രാർത്ഥനയാണോ? കുടുംബ പ്രാർത്ഥന പോലുള്ള ഒരു പ്രാർത്ഥനയാണോ? കരുണക്കൊന്ത പോലുള്ള ഒരു പ്രാർത്ഥനയാണോ? അല്ല, ഞാൻ ആരോടെ ഈ പറയണേ? വട്ടോളിക്കും വിമതർക്കും മുന്നേറ്റക്കാർക്കും ഇത് വെറും ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് മൂത്രപ്പുരയുടെ മുമ്പിലും തെരുവിലും തലകുത്തി നിന്നും ഉച്ചയുറക്കത്തിന്റെ സമയത്തും കർത്താവിനെ അവഹേളിച്ചുകൊണ്ട് കുർബാന അർപ്പിക്കുന്നത്. കുരിശിലെ ബലി എന്ന പരമമായ ആരാധനയെ അവർ കുണ്ടിക്കുർബാനയെന്നും പൃഷ്ഠകുർബാനയെന്നും ഭിത്തിക്കുർബാനയെന്നും പരിഹസിക്കുന്നത്, ദൈവനിന്ദയുടെ ആഴത്തിലേക്ക് പോയി പിശാചിന് സേവ ചെയ്യുന്നത്. വട്ടോളിക്ക് പിന്തുണ അറിയിച്ച് വയലിക്കോടത്തെ അച്ഛൻ നൽകിയ മറുപടിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: 29/6/2025 മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും സംയുക്തമായി പുറപ്പെടുവിച്ച സർക്കുലറിൽ 50 ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരെണ്ണമെങ്കിലും അർപ്പിക്കുകയാണെങ്കിൽ നിലവിലെ രീതിയായ ജനാഭിമുഖം സാധുവായി തുടരാവുന്നതാണെന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്നത് ഒരു കൗശലം മാത്രമാണ്. പറഞ്ഞില്ലെങ്കിലും സാധുവായി തന്നെയാണ് നമ്മുടെ പള്ളികളിൽ ജനാഭിമുഖം അർപ്പിച്ചു പോരുന്നത്. അടുത്ത കല്ലുവെച്ച നുണ. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വാക്കിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഇതൊരു കൗശലമാണ്, പാമ്പ്ളാനി പിതാവിൻ്റെ കൗശലമാണ്. 29/6/2025 മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി പാമ്പ്ളാനി പിതാവും സംയുക്തമായി പുറപ്പെടുവിച്ച സർക്കുലർ ഒരു കൗശലമാണ്. അത്രയും വയലിക്കോടത്ത് അച്ഛനോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷെ രണ്ടാമത്തെ ഭാഗം അത് കല്ല് വെച്ച നുണയാണ് വയലിക്കോടത്ത് പറയുന്നത്. 50 ഞായറാഴ്ചയിലും കടമ ദിവസത്തിലും ഒരെണ്ണെങ്കിലും അർപ്പിക്കുകയാണെങ്കിൽ നിലവിലെ രീതി ജനാഭിമുഖം സാധുവായി തുടരാവുന്നതാണെന്ന് പറയുന്നു. പറഞ്ഞില്ലെങ്കിലും സാധുവായി തന്നെയാണ് നമ്മുടെ പള്ളിയിൽ ജനാഭിമുഖം അർപ്പിച്ചു പോരുന്നത്. അതെങ്ങനെ ശരിയാവണേ? അങ്ങ് തന്നെ പറയണു കർമ്മരൂപവും കർമ്മസാധനവും ഉണ്ടെന്ന്. രണ്ടും ശരിയാണെങ്കിലേ കുർബാന നിയമാനുസൃതവും സാധുവുമാകുമെന്ന്. സഭ പറഞ്ഞ രീതിയിൽ ചൊല്ലുന്നതല്ലേ കർമ്മരൂപം? അതിന് ഉള്ളടക്കവും രൂപവും ശരിയായാലല്ലേ കൂതാശയാകുക. അപ്പൊ സഭ പറഞ്ഞ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്താൽ ഇതെങ്ങനെ സാധുവായും നിയമാനുസൃതമായും അർപ്പിക്കപ്പെടും? തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും നിങ്ങളും കൂടി ചേർന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കൗശലം തന്നെയാണ് ഈ സമവായ മാർഗരേഖ. ആ കൗശലം അല്ലേ, ആ കൗശലം റദ്ദ് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്.
സഭയുടെ സ്വത്താണ് കൂദാശകൾ. അതെങ്ങനെ പരികർമ്മം ചെയ്യണമെന്ന് ലിറ്റർജിയുടെ അധ്യക്ഷന്മാരായ മെത്രാന്മാർ ഒരുമിച്ച് കൂടി തീരുമാനമെടുത്ത് മാർപ്പാപ്പ അംഗീകരിക്കണം. അപ്പോഴേ അത് സാധുവും നിയമാനുസൃതവും ആകൂ. ജനാഭിമുഖ കുർബാന അങ്ങനെയുള്ളതല്ല. സമവായ മാർഗരേഖയിൽ ഉച്ചയിറക്ക കുർബാനയും നിർദ്ദേശിച്ചിരിക്കുന്ന ഉച്ചയിറക്ക കുർബാനയും അങ്ങനെയുള്ളതല്ല. അത് രണ്ടും കൗശലമാണ്. കൗശലമാകട്ടെ ആദ്യ സർപ്പമായ പാമ്പിന്റെ രീതിയാണ്. ഉൽപ്പത്തി 3:1. വയലി വട്ടോളി വിമതരെ, നിങ്ങൾ ആദ്യ സർപ്പത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഈശോ മിശിഹായിക്ക് വരിക. വയലിക്കോടത്തിനോടും വട്ടോളിയോടും വിമതരോടും പറയാനുള്ളത് ഇതാണ്, മുന്നേറ്റക്കാരോടും. നിങ്ങൾ ആദ്യ സർപ്പത്തിന്റെ കൗശലത്തിൽ നിന്നും വഞ്ചനയിൽ നിന്നും ചതിയിൽ നിന്നും പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ഈശോ മിശിഹായിക്ക് തിരിയുക. ഈ വട്ടോലി, വയലിക്കോടത്ത്, വിമതര് ഇങ്ങനെയുള്ളവരെ തിരുത്താൻ ചങ്കുറപ്പില്ലാത്ത നേതൃത്വമാണ് സീറോ മലബാർ സഭയുടെ പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാം. സീറോ മലബാർ സഭയുടെ പ്രശ്നം ഈ ചങ്കുറപ്പില്ലാത്ത നേതൃത്വമാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ അതിലൊരു തിരുത്ത് പറയാണ്. അങ്ങനെ ഞാനും കരുതിയിരുന്നേ. ഇപ്പോൾ എനിക്ക് ചെറിയൊരു തിരുത്തുണ്ട്. ഈ വട്ടോളിയുടെയും വയലിക്കോടത്തിൻ്റെയും വിമതരുടെയും ചിന്ത തന്നെയാണ് നേതൃത്വത്തിലുള്ള പലർക്കും ഉള്ളത്, പല മെത്രാന്മാർക്കും ഉള്ളത്. പിന്നെ എങ്ങനെയാണ് അവർ വട്ടോളിയെ തിരുത്തുക, വയലിക്കോടത്തിനെ തിരുത്തുക, വിമതരെ തിരുത്തുക? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായ? ഞാൻ വിചാരിച്ചിരുന്നത് വട്ടോളിയെ പോലുള്ള, വയലിക്കോടത്തിനെ പോലുള്ള, വിമതരെ പോലുള്ള തിരുത്താൻ മെത്രാന്മാർക്ക് ചങ്കുറപ്പില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നമ്മളിൽ പലരും അങ്ങനെ വിചാരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വരെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നേ. ഇപ്പം ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നത്. ഇപ്പോൾ വട്ടോളി പറയുന്നത് പോലെയും വിമതര് പറയുന്നത് പോലെയും വയലിക്കോടത്ത് പറയുന്നത് പോലെയുമാണ് ചില മെത്രാന്മാർ ചിന്തിക്കുന്നത്. അവർക്ക് എന്താണ് വേദവിപരീതം, എന്താണ് പാഷാണ്ഡത, എന്താണ് സത്യപ്രബോധനം, എന്താണ് സത്യവിശ്വാസം, എന്താണ് സഭയുടെ പ്രബോധനം എന്നൊന്നും അറിയില്ല. മെത്രാന്മാരെ, നിങ്ങൾ കുറച്ച് ഈ വെഞ്ചിരിപ്പുകളും ഉദ്ഘാടനങ്ങളും കുറച്ചിട്ട് കുറച്ച് നേരം ബൈബിളും കുറച്ച് നേരം ഈ കത്തോലിക്ക സഭയുടെ മതബോധനവും വായിച്ച് പഠിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും സമയം കണ്ടെത്തണം. മെത്രാന്റെ പ്രധാനപ്പെട്ട ചുമതല സത്യവിശ്വാസം പഠിപ്പിക്കലാണ്, സുവിശേഷം പഠിപ്പിക്കലാണ്. അത് നിങ്ങൾ തോന്നിയ പോലുള്ള വ്യാഖ്യാനമല്ല, സഭയുടെ വ്യാഖ്യാനത്തിൽ ചേർന്ന് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഈ അമിതമായ തിരക്കുകൾ വന്നിട്ട് നമ്മുടെ ആധ്യാത്മികത നഷ്ടപ്പെടുന്ന, പ്രാർത്ഥന ചെയ്ത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. കുറച്ച് സമയം ബൈബിൾ പഠിക്കാനും, ബൈബിൾ വായിക്കാൻ മാത്രമല്ല കുറച്ച് നേരം പഠിക്കാനും, അതിനനുസരിച്ച് കത്തോലിക്ക സഭയുടെ മതബോധനം പഠിക്കാനും, ലിറ്ററേച്ചർ എന്തെന്ന് പഠിക്കാനും, അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനും മെത്രാന്മാർ സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ വട്ടോളിയെ പോലുള്ള വേദവിപരീതം പഠിപ്പിക്കുന്നവർ തിരുത്താൻ കഴിയാതെ വരും. വയലിക്കോടത്തിനെ പോലുള്ള ഈ പാഷാണ്ഡത പഠിപ്പിക്കുന്നവർ തിരുത്താൻ പറ്റാതെ വരും. വിമതരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിന് കാരണം ലിറ്ററേച്ചർ എന്തെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ അവർ പറയുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചങ്കുറപ്പുണ്ടാവുക? ചങ്കുറപ്പുണ്ടാകാൻ ഒറ്റ കാര്യമേ വേണ്ടൂ, സുവിശേഷ സത്യത്തിൻ്റെ കൂടെ നിൽക്കുക. ധൈര്യം കിട്ടാനേ ഏത് വേദവിപരീതത്തിനെതിരെയും ഏത് പാഷാണ്ഡത്തിനും തിരുത്താൻ നിങ്ങൾക്ക് ചങ്കുറപ്പ്, നട്ടലെന്ന് പറഞ്ഞാൽ ഈ എല്ലല്ലോ, ചങ്കുറപ്പ് എന്ന് പറഞ്ഞാൽ ഈ എല്ലല്ലോ, നെഞ്ചുറപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? സുവിശേഷ സത്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം തരുന്ന ആത്മധൈര്യം, പരിശുദ്ധാത്മ തരുന്ന ആത്മധൈര്യമാണ് ചങ്കുറപ്പ്, നെഞ്ചുറപ്പ്. സുവിശേഷ സത്യത്തിൻ്റെ കൂടെ, കത്തോലിക്ക സഭയുടെ സത്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ, ആ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ആത്മധൈര്യമാണ് ചങ്കുറപ്പ്, നെഞ്ചുറപ്പ്. അപ്പോൾ വട്ടോളിയല്ല, വയലിക്കോടത്തല്ല, ഏത് വിമതൻ വന്നാലും ഏത് മുന്നേറ്റക്കാരൻ വന്നാലും അവരെ തടഞ്ഞു നിർത്താനായിട്ടും അവരെ തിരുത്താനായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തി തരും. അങ്ങനെ തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.